اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ഭാഗത്തായി പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഓർക്കുവാൻ വേണ്ടി. നിങ്ങൾ ഓർക്കുന്നില്ലയോ? മനുഷ്യൻ ഓർക്കുന്നില്ലയോ? ഇങ്ങനെ പല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചിന്തിക്കാനും ഓർക്കാനും പറയുന്നുണ്ട്. ഒരത്ഭുതകരമായ വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നത്. പൂർണ്ണമായി കേൾക്കുക. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിലായിരുന്നു, അള്ളാഹുവിൻ്റെ ഇൽമിലായിരുന്നു. അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുന്നത് തന്നെ അതൊരു ശാശ്വതമായ മോക്ഷമാണ്. അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ അപ്പുറത്ത് വേറെ ഒരു മോക്ഷവുമില്ല. സ്വർഗത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ ഈ മോക്ഷത്തോളം എത്താൻ സാധിക്കൂല. ഈ അള്ളാഹുവിൻ്റെ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവുമായി യോജിക്കുന്ന ഒരവസ്ഥയാണ്. അള്ളാഹുവിലുള്ളതായ ഖുർബിൻ്റെ ഒരവസ്ഥയാണ്. ഈ ഖുർബിൻ്റെ അവസ്ഥയോട് കിടപിടിക്കാൻ എങ്ങനെയാണ് സ്വർഗത്തിന് സാധിക്കുക? സ്വർഗത്തിന് ഒരിക്കലും സാധിക്കൂല. ലോകത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ ദറജ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഖുർബാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർബിനോട് കിടപിടിക്കാൻ ഒരിക്കലും സ്വർഗത്തിന് സാധിക്കൂല. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇൽമിലായിരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു അസ്തിത്വം തരാൻ തീരുമാനിച്ചു. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്ത് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു അനുവാദം അള്ളാഹു തആല ഒരു മനുഷ്യന്റെ ആത്മാവിന് നൽകി. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുദ്ദറിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആത്മാവിനെ ആലമുൽ ഖബലത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുകയാണ്. അവിടുന്ന് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും എന്ത് ചെയ്തു? പ്രവേശിക്കാൻ വിധിക്കപ്പെട്ടു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തിൽ നിന്ന് ഗർഭപാത്രം എന്ന് പറയുന്ന, ഉമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന റഹം എന്ന് പറയുന്ന ആ ലോകത്തേക്ക് ഒരു മനുഷ്യൻ അല്ലാഹു തആല പ്രവേശിപ്പിക്കാൻ. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്ന് ആലമുൽ ഇൽമിലായിരുന്നു. ആലമുൽ ഇൽമിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇൽമിലായിരുന്നു. പിന്നെ ആലമുൽ ദറിൽ കൊണ്ടുവന്നു. പിന്നെ ആലമുൽ ഖബലത്തിൽ കൊണ്ടുവന്നു. പിന്നെ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു 10-20 വർഷത്തേതല്ല ജീവിതം. നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ട് ആ യാത്രയുടെ ഒരു ഇടവേളയിൽ നമ്മൾ എത്തിയ ഒരു ഇടമാണ് സത്യത്തിൽ ഏത്? ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അനന്തമായ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ട് തന്നെയാണ്? ആനന്ദതയിലേക്ക് തന്നെയാണ്. ഈ ജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. പിന്നീട് സ്വർഗം അല്ലെങ്കിൽ നരകം.
സ്വർഗത്തിനും നരകത്തിനും ശേഷം അള്ളാഹു തആല വീണ്ടും അള്ളാഹുവിന്റെ ഇൽമിലേക്ക് തന്നെ എന്ത് ചെയ്യും? നിങ്ങളെ പ്രവേശിപ്പിക്കപ്പെടും. ഒരിക്കലും സ്വർഗമോ നരകമോ ആത്യന്തികമായ അവസാനമല്ല ഒരിക്കലും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവിലേക്ക് തന്നെയാണ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയും. അപ്പൊ സ്വർഗവും നരകവും എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ ഇടവേളകൾ മാത്രമാണ്. മോശമായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പ്രാപ്തമാക്കുന്നു എന്നർത്ഥം. നല്ല ആളുകളെയോ സ്വർഗത്തിലെ സന്തോഷം നൽകി ആത്യന്തികമായ സന്തോഷത്തിലേക്ക് തന്നെ അവരൊരുക്കപ്പെടുകയാണ്. സൃഷ്ടിക്കപ്പെട്ട എല്ലാ ആത്മാക്കളിലും ഒരു വൃത്തമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആത്മാക്കളിലും ഒരു വൃത്തം സംവിധാനിച്ചിട്ട്, വൃത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും തുടങ്ങി അവനിലേക്ക് തന്നെ അവസാനിക്കുന്നൊരു വൃത്തം. നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ അല്ല അത് അവസാനിക്കുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ ഇൽമിലായതിനാൽ തന്നെ നമ്മുടെ റൂഹിൽ എല്ലാം അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. ആ റൂഹ് നിങ്ങളോട് അള്ളാഹുവിനെ ഓർത്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നിങ്ങൾ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല, നിങ്ങൾ എന്താ ഓർക്കാത്തത് എന്ന് റൂഹ് നമ്മളോട് ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ഉടമ്പടിയുടെ നാളുകള് ഓർത്തെടുക്കാൻ വേണ്ടി റൂഹ് നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹു തആല ആലമു ദർറിൽ വെച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞില്ലേ, അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞില്ലേ, നീ ഒന്ന് ഓർത്തു നോക്ക് എന്ന് നിരന്തരമായി നമ്മുടെ ആത്മാവ് നമ്മോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഖുർആൻ ഒന്ന് ആലോചിച്ച് വെക്കാം. കാരണം അത് നമ്മുടെ ഉള്ളിൽ, ഖുർആൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട സാധനമാണ്. അത് നമ്മുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? മനപ്പാഠമാക്കാൻ എളുപ്പമാകുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് പോലും പരിശുദ്ധ ഖുർആൻ വളരെ എളുപ്പത്തിൽ മനപ്പാടാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അറബി അറിയാത്തവർക്ക് പോലും ഖുർആൻ മനപ്പാടാകുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഖുർആൻ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. അവർ അതിനെ ഓർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവർ നടത്തുന്നത്. ഒരു ഖുർആൻ ഹാഫിള് എന്ന് പറയുന്ന ആള് അവന്റെ റൂഹിൽ നിക്ഷേപിച്ച ആ ഒരു ഇൽമിനെ ഓർത്തെടുക്കുന്നു എന്ന് മാത്രം. ഖുർആനെ എടുത്ത് പല ആവർത്തി വായിക്കുമ്പോഴും അല്ലെങ്കിൽ അത് അനവധി തവണ കേൾക്കുമ്പോഴൊക്കെ അവനത് ഓർമ്മ വരികയാണ്. അതവൻ സൂക്ഷിക്കുകയാണ്. ഈ ഒരു പ്രതിഭാസം വേറൊരു കിതാബിനും എന്തില്ല, ബാധകമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൂഹ് എന്ന് പറയുന്നത് ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, ഒരു കുഞ്ഞുകുട്ടി. ആ സമയത്ത് അവനൊരു ഫിത്രത്തിന്റെ അവസ്ഥയിലാണ്. ഫിത്രത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് ജനിക്കുന്നത് ഒരു ശുദ്ധ പ്രകൃതത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഹദീസിലും പറയുന്നുണ്ട്. അപ്പൊ ഓരോ ആളുകള് ജനിക്കുന്ന സമയത്ത് ഫിത്രത്തിന്റെ അവസ്ഥയിലാണ്. ആ സമയത്ത് അവനക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഫിത്രത്തിന്റെ സമയത്ത് ഒരു കുട്ടിക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും. ആലമുദ്ദറും ആലമുൽ ഖബുലത്തും എല്ലാം ആ കുട്ടിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹുവിന്റെ കരാറൊക്കെ ആ കുട്ടിക്ക് ഓർമ്മയുണ്ട്. മുമ്പ് കഴിഞ്ഞ എല്ലാം അവൻ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അള്ളാഹു തആല ഊമയാക്കിയത്. ഒരു ചെറിയ കുട്ടിയെ അള്ളാഹു തആല ഊമയാക്കാനുള്ള കാരണം എന്താ? അവനെങ്ങാനും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം പുറത്തു പറയും. അത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോ അതിനോടുകൂടെ ആ കുഞ്ഞിന്റെ നെഫ്സും വളരുകയാണ്. നെഫ്സ് വളർന്നു കഴിഞ്ഞാൽ നെഫ്സ് ആ കുട്ടിക്ക് ഒരു മറയായി മാറുകയാണ്. നെഫ്സ് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങും. കാരണം കുട്ടിക്ക് അപ്പൊ ഓർക്കാൻ നോക്കും കുട്ടി, പക്ഷെ പറ്റൂല. കാരണം എന്താ? നെഫ്സ് ഒരു മറയായി നിന്നു. ആലമുൽ അർവാഹിന്റെ അത്ഭുതങ്ങളൊക്കെ ആ കുട്ടിക്ക് പറയണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ആ കുട്ടിയോടുകൂടെ ഏതും വളർന്നു, നെഫ്സും വളർന്നു. നെഫ്സ് വളരുമ്പോ കുട്ടി സംസാരിക്കും. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് എന്ത് സംസാരിക്കാൻ കഴിയില്ല? ആലമുൽ അർവാഹിന്റെ അത്ഭുത ലോകം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ നെഫ്സിന്റെ മറ കൊണ്ട് ആ സമയത്ത് അവനെല്ലാം മറക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ അവന്റെ നെഫ്സിനെ ശുദ്ധീകരിച്ച് അവൻ മുമ്പുണ്ടായിരുന്ന ഫിത്രയിലേക്ക് പ്രവേശിക്കാൻ അധ്വാനിക്കണം. ഒരു മനുഷ്യൻ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്,
പൂർണ്ണമായും ഫിത്രത്തിന്റെ അവസ്ഥയിലായിരുന്നു. ആ ഫിത്രത്തിന്റെ അവസ്ഥയിലേക്ക് മടങ്ങണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ അവനക്കെല്ലാം ഓർത്തെടുക്കാൻ പറ്റും. അവനെ നമ്മൾ എന്ത് വിളിക്കും? ആരിഫ് എന്ന് വിളിക്കും. അവനെ നമ്മൾ ഔലിയ എന്ന് വിളിക്കലുണ്ട്, വലിജി എന്ന് വിളിക്കലുണ്ട്. ഒരു വലിജി എന്ന് പറഞ്ഞാൽ ആരാണ്? അവനവന്റെ ഫിത്രത്തിലേക്ക് മടങ്ങിയവനുക്ക് മാത്രമാണ് വലിജി എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളും ഫിത്രത്തിന്റെ അവസ്ഥയിലാണ് ജനിക്കുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതായത് അവൻ ജനിച്ചു വീഴുന്നത് വിലായത്തിലാണ്. എല്ലാ ചെറിയ കുട്ടികളും ഔലിയാക്കളാണ്. ഈ കുഞ്ഞു കുട്ടിയുടെ അവസ്ഥയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അവന് നന്നായി അധ്വാനിക്കേണ്ടതുണ്ട്. അവൻ അവന്റെ നഫ്സിനെ ശുദ്ധീകരിക്കണം, ആത്മീയമായ ഒരു സരണിയെ പ്രാപിക്കണം, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവൻ ചെയ്യണം. പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഓർക്കുന്നില്ലയോ, നിങ്ങൾ ഫിത്രത്തിന്റെ അവസ്ഥയിലേക്ക് മടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ഇൽമിലേക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ഇൽമിലേക്ക് തന്നെയാണ്. അതിൻ്റെ മുമ്പേ നമ്മുടെ രഹസ്യം പൂർണ്ണമായി അറിഞ്ഞിട്ടേ നമ്മൾ അള്ളാഹുവിന്റെ ഇൽമിലേക്ക് മടങ്ങാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.